അതായത് ഈ കേരളത്തിലെ SIR നടപടിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നില്ല. കേരളത്തിൽ SIR നടപടികൾ അന്തിമഘട്ടത്തിൽ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ വരുന്ന വിവരങ്ങൾ ജിഷ്ണു? അനക കേരളത്തിലെ SIR നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാരുമൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം ലീഗും കോൺഗ്രസും CPM-ഉം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ കേസ് പരിഗണിച്ച് ഈ ഘട്ടം വരെ SIR നടപടികൾ സ്റ്റേ ചെയ്യണം എന്ന ആവശ്യം അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. പകരം അതിൻ്റെ നിരവധി വിശദാംശങ്ങൾ ഇതിനോടകം തന്നെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട്. ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. ഇതിനോടകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത് SIR നടപടികൾ, കേരളത്തിലെ SIR നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരോ ജില്ലാ കളക്ടർമാരോ ഉന്നയിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യങ്ങളും വാദങ്ങളും വെറും രാഷ്ട്രീയപരം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾ, വോട്ടർ പട്ടിക ശുദ്ധമാക്കുന്നതിനും ക്രമീകരിക്കുന്നതിനുമുള്ള നടപടികൾ, കാലാനുസൃതമായിട്ടുള്ള നടപടിയാണ് വോട്ടർ പട്ടികമേന്മേൽ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങളും നിലവിലില്ല. അതുകൊണ്ട് യാതൊരു തരത്തിലും SIR നടപടികൾ നീട്ടിവെക്കാനോ അത് റദ്ദാക്കാനോ ചെയ്യരുത് എന്ന ആവശ്യം, എന്ന കൃത്യമായിട്ടുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിക്ക് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കാതിരുന്നതോടുകൂടി SIR നടപടികൾ നീട്ടിവെക്കണമെന്നൊരാവശ്യം സംസ്ഥാന സർക്കാർ നേരത്തെ സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. അതായത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR നടപടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നടപടികളും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, അത് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ജോലിഭാരം ഉണ്ടാക്കും എന്ന വാദങ്ങളും കോടതിക്ക് മുൻപിലേക്ക് വെച്ചിരുന്നെങ്കിലും അതിനും കൃത്യമായിട്ടുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ യാതൊരു തരത്തിലും SIR നടപടികൾ ബാധിക്കില്ല എന്നുള്ളതായിരുന്നു കമ്മീഷൻ വ്യക്തമാക്കിയത്. ഏതായാലും SIR നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം കേരളം ഉൾപ്പെടെ നിലവിൽ SIR പ്രഖ്യാപിച്ചിട്ടുള്ള 12 സംസ്ഥാനങ്ങളിലും ഫെബ്രുവരി മാസത്തിൽ തന്നെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത്. നേരത്തെ ബീഹാറിൽ SIR നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയതിന് പിറകെയായിരുന്നു കേരളം ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR പ്രഖ്യാപിച്ചത്. ആ ഘട്ടത്തിലായിരുന്നു SIR നടപടികൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരും മുസ്ലിം ലീഗും CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ഇന്ന് വീണ്ടും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അനക വ്യക്തമാണ് ജിഷ്ണു.